നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. ഞാൻ നീൽ നിരഞ്ജൻ ഷാ അഹമ്മദ്. ഞാൻ രജീന. ഞങ്ങളുടെ 3 സെൻറ്റിലെ മട്ടപ്പാവ് കൃഷിയാണ് ഇന്നത്തെ നാട്ടുവരമ്പിൽ. മോൻ ജനിച്ച കാലം മുതൽ ഞങ്ങളുടെ വീട്ടിലെ കൃഷിയുണ്ട്. കഴിഞ്ഞ 11 വർഷമായിട്ട് കൃഷിയുണ്ട്. മോൻ്റെ ബ്രദറാണ് കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കുഞ്ഞിത് കണ്ടുപഠിച്ചത് കൊണ്ട് ഇപ്പോൾ കൃഷിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കവുടിയാർ ശബരിഗിരി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. 3rd ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ചേട്ടൻ കൊണ്ടുവന്നതാണ് ഈ ഐഡിയ. എൻ്റെ ചേട്ടനും അമ്മയും വെള്ളം ഒഴിക്കാൻ പോകുമ്പോൾ എന്നെ താഴത്തെ തൊട്ടിലിൽ ഇട്ടിച്ചാണ് പോണത്. അതുകൊണ്ട് കണ്ട് പരിചയമുണ്ട്. എനിക്ക് ഇത് ഇങ്ങനെ ഹണി ബീസ്, ബേഡ്സ്, ഇത് മൃഗങ്ങളെല്ലാം വരുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ തൊട്ടാണ് എനിക്ക് ഈ കൃഷികളെടുത്തൊക്കെ സ്നേഹം തോന്നിയത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വീട്ടിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാത്തരം പച്ചക്കറികളും ഫ്രൂട്ട്സും ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെയാണ് കിട്ടുന്നത്. പുറത്തുനിന്ന് അങ്ങനെ പച്ചക്കറികളൊന്നും തന്നെ ഞങ്ങൾ വാങ്ങാറില്ല. പിന്നെ സവാള, ഉരുളക്കിഴങ്ങ്, ഉള്ളി പോലുള്ളത് മാത്രമാണ് വാങ്ങുന്നത്. ബാക്കി എല്ലാ പച്ചക്കറികളും നമുക്കിവിടെ നിന്ന് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 168ഓളം ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഈ ടെറസിൽ. ഇത് ലെറ്റ്യൂസിൻ്റെ പൂവാണ്. ഇത് നമ്മൾ ബർഗറിൽ നിന്ന് കഴിക്കും, സാൻഡ്വിച്ചിന് കഴിക്കും, പിന്നെ ചപ്പാത്തിൻ്റെയും ദോശേൻ്റെയും കൂട്ടത്ത് ഇതിൻ്റെ ഒരു ഇലയും വെച്ചിട്ട് എന്ത് കറിയാണോ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ കാണുന്നതാണ് കെയിൽ. ഇത് ബർഗറിൽ വെച്ച് കഴിക്കും. നല്ല ടേസ്റ്റാണിത്. ഇത് നമ്മളെ സാധാരണ ലെറ്റ്യൂസിനെ പോലെ തന്നെ. ഇത് ലീഫി വെജിറ്റബിളാണ്. അതിൽ ചപ്പാത്തിയിൽ എന്തെങ്കിലും വെച്ചിട്ട് കറി വെച്ചിട്ട് റോൾ ചെയ്ത് കഴിക്കുന്ന പോലെ തന്നെ ഇത് കെയിലിൻ്റെയും ലെറ്റ്യൂസിൻ്റെയും ഇലേൻ്റെ ഡിഫറൻസ് ഉണ്ടോ? ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇത് ഇച്ചിരി ഡ്രൈ ഇതാക്കാം. ഇത് വേറെ പോലെയൊക്കെയാണ്. സെൻറ്റ് സ്ഥലത്തിലായിട്ടാണ് നമ്മുടെ ഈ കൃഷി നടക്കുന്നത്. നമ്മുടെ 3rd ഫ്ലോറിലും ഈ 4th ഫ്ലോറിലുമായിട്ടാണ് നമ്മുടെ ഈ കൃഷി മൊത്തവും നമ്മൾ ചെയ്തിരിക്കുന്നത്. ജൈവ രീതിയിൽ മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഉള്ളൂർ രവീന്ദ്രൻ സാറിൻ്റെ ഗൈഡൻസിലാണ് ഞങ്ങളുടെ ഈ കൃഷി മുന്നോട്ട് പോകുന്നത്. ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോ. ഇത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ അടിയിലുള്ള കിഴങ്ങ് പുഴുങ്ങിയിട്ട് കഴിക്കും. 3 നേരമാണ് ഞങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. രാവിലെ ഞാൻ സ്കൂളിൽ പോകുമ്പം വെള്ളം ഒഴിക്കും, പിന്നെ തിരിച്ച് വരുമ്പോൾ വെള്ളം ഒഴിക്കും, പിന്നെ രാത്രിയും വെള്ളം ഒഴിക്കും. ഇത് നമ്മുടെ ഗോൾഡൻ ബെറിയാണ്. ഇപ്പോൾ ഇത് മാർക്കറ്റിൽ 1000 രൂപയൊക്കെ വില വരുന്നുണ്ട്. പിന്നെ ഇത് പണ്ട് നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ പലരും നട്ട് വളർത്തുന്നതിലാണ് നമുക്ക് കാണാൻ തന്നെ പറ്റുന്നത്. പ്ലാന്റുകൾ നന്നായിട്ട് വളരണമെങ്കിൽ പ്രൂൺ ചെയ്ത് വിടണം. നമ്മൾ സിസർ വെച്ചിട്ട് ഇത് നമുക്ക് താഴെയുള്ള കമ്പുകളൊക്കെ വെട്ടിക്കളയും. അപ്പോൾ നന്നായിട്ട് ഇത് വളരും. ഇത് വന്നിട്ട് പാലക്കാണ്. നമുക്ക് സ്പേസ് കുറവായത് കാരണം ഞങ്ങൾ PVC കട്ട് ചെയ്ത് അതിനകത്ത് പോട്ടിംഗ് മിക്സർ നിറച്ചിട്ടാണ്, പിന്നെ ഒരു കുപ്പി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ നട്ട് പരിപാലിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ
ഒരു 30 ദിവസം ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മണ്ണ്, അതിനകത്ത് പിന്നെ നമ്മൾ ചകിരിച്ചോറ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം ഇട്ടിട്ടാണ് പോട്ടിംഗ് മിക്സർ റെഡിയാക്കി നമ്മൾ ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ഇത് കുഴുപ്പ് കുഴഞ്ഞതാണ്. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ പ്രൂൺ ചെയ്ത് വിട്ടപ്പം മുളച്ചു വന്ന പുതിയ തണ്ടുകളാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ചേക്കണത്. ഇതിൽ നമുക്ക് ശരിക്കും ഇത് കിട്ടും, കാബലം കിട്ടും. ഇത് പിന്നെ സഞ്ചിയിൽ ചെയ്യാം, ചട്ടിയിൽ ചെയ്യാം, ഗ്രോ ബാഗിൽ ചെയ്യാം, മിനറൽ വാട്ടറിൻ്റെ അതിൽ മണ്ട വെട്ടിയിട്ട് അതിൽ ചെയ്യാം, പിന്നെ ഫ്രിഡ്ജിൽ ചെയ്യാം, പിന്നെ എല്ലാത്തിലും ചെയ്യാൻ പറ്റും കൃഷി. ഇത് തായ്വാൻ പേരയാണ്. ഇതിപ്പോൾ 3ാമത്തെ വിളവാണ് നമുക്ക്. ഇത് നമ്മൾ നട്ടിരിക്കുന്നത് ഒരു ടയറിനകത്താണ്. പക്ഷേ നന്നായിട്ട് വിളവ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് മുന്നേ 3 എണ്ണം കായ്ച്ചപ്പോൾ പക്ഷേ ഇതുപോലെ ഒത്തിരിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് നല്ല സൈസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം വന്നിട്ട് 1/2 കിലോ വീതമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ 3ാമത്തെ ട്രിപ്പ് ആയപ്പോഴത്തേക്കും ഒത്തിരി കായ പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആപ്പിൾ ചെറിയാണ്. നന്നായിട്ട് ഫ്ലേവർ ചെയ്ത് നന്നായിട്ട് കായ്ക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. ടെറസിന് കേടൊന്നും വരും. ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. തറ പൊട്ടൊന്നും പേടിക്കേണ്ട കാര്യം. വെള്ളമൊക്കെ ഒഴിക്കുന്നത് ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് കോരിയാണ് ഒഴിക്കുന്നത്. പിന്നെ ഒറസ് വെച്ച് ഒഴിക്കും. ഞങ്ങൾ രാവിലെ ഒരു മണിക്കൂർ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരവും അതുപോലെ തന്നെയാണ്. പിന്നെ വൈകുന്നേരങ്ങളിലാണ് ഒരു 6:30-ക്ക് ശേഷമാണ് ഞങ്ങൾ വളങ്ങളൊക്കെ കൊടുക്കുന്നത്. കാരണം അതുവരേക്കും നല്ല വെയിലായിരിക്കും ഇവിടെ. അപ്പോൾ ഒരു 6:30-ക്ക് ശേഷം ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ലാതെ നമുക്ക് വളം കൊടുക്കാൻ പറ്റും. അതിനുശേഷം തന്നെയാണ് നമ്മൾ കീടങ്ങളെയൊക്കെ നോക്കുന്നതും. പിന്നെ ഒരു സന്ധ്യ സമയത്ത് കൃത്യമായിട്ട് ഞങ്ങൾ ഒരു 2-3 തൊണ്ട് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് പുക കൊടുക്കാറുണ്ട്. അപ്പോൾ ദോഷമായിട്ടുള്ള കീടങ്ങളെയൊക്കെ ഒന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ടെറസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു റിലീഫാണ് കിട്ടുന്നത്. കാരണം ഇവിടെ വരുമ്പോൾ ഇത്രയും നല്ല സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ വീട്ടിനകത്ത് വേറെ എവിടെയും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നീലിനെ സംബന്ധിച്ചിടത്തോളം നീലിന് ഇവിടെ വന്ന് ചെടികൾക്ക് വെള്ളം ഒഴിക്കാനും ഇവിടെ വന്നിരിക്കാനും കിളികളും കാക്കകളും പിന്നെ തുമ്പികളും ഒക്കെ ആയിട്ട് കൂട്ടുകൂടാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്. നീല് പറയാറുള്ളത് പോലെ നീലിൻ്റെ ഹെവനാണിത്. കുട്ടികളെ നോക്കണ പോലെയാണ് എൻ്റെ പ്ലാൻസിനെ ഞാൻ നോക്കുന്നത്. എന്ത് സങ്കടം ഉണ്ടായാലും ഇവിടെ വന്നിരിക്കുമ്പം ഇച്ചിരി നേരം കഴിയുമ്പം നമ്മൾ ആ സങ്കടം എല്ലാം മറന്നു പോകും. പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് വളർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റിയത്. ഒരു ദിവസം ഞങ്ങൾ യാത്രയൊക്കെ പോകുമ്പോൾ ഓരോ പുതിയ ചെടികളെ കൊണ്ടുവരും. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ ടെറസിൻ്റെ പല ഭാഗത്തായിട്ട് ഞങ്ങൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഈ വർഷം കായ്ക്കാൻ സമയമായി വരുന്നതേ ഉള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾ ഇതുപോലെ കമ്പുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് മുളപ്പിച്ചെടുക്കുന്നത്. ഇതൊരു 6 മാസം കൊണ്ട് നമുക്ക് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ കായ്ച്ച കൊമ്പിൽ നിന്നുള്ളതായതുകൊണ്ട് പിറ്റേ വർഷം ആകുമ്പോഴേക്കും ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടി തുടങ്ങുന്നുണ്ട്. നമ്മൾ ഇതിന് ഡെയിലി നമുക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരിക്കലാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് വെള്ളം കൊടുക്കുന്നത്. പച്ചക്കറികൾക്ക് കൊടുക്കുന്ന അതേ വളങ്ങൾ തന്നെയാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിനും കൊടുക്കുന്നത്. പിന്നെ 15 ദിവസത്തിലൊരിക്കൽ നമ്മൾ 2 പിടി ചാണകം കൂടി എല്ലാ ചെടികൾക്കും കൊടുക്കുന്നതോടൊപ്പം ഡ്രാഗൺ ഫ്രൂട്ടിനും കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ കീര നടുന്ന സ്ഥലമാണ്. ഇത് ഞങ്ങൾ വിത്ത് പാകി ഇപ്പോൾ മുളച്ച് വന്നതേ ഉള്ളൂ. ഇത് വെണ്ടയ്ക്കയും ചോന്ന ചീരയും ഇത് പാകിക്കണേ ഉള്ളൂ. ഇത് രണ്ടും
ഇത് നമ്മുടെ സുന്ദരി ചീരയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് നിർത്താവുന്നതാണ്, പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. നമ്മുടെ നല്ല ടേസ്റ്റുള്ള ഒരു ചീര തന്നെയാണിത്. നമ്മുടെ സാധാ ചീര പോലെ പല വെറൈറ്റി ചീര ഇവിടെ ഉണ്ട്. പാൽച്ചീരയുണ്ട്, പിന്നെ ബ്ലാത്താങ്കരി ചീരയുണ്ട്, ചുവന്ന ചീര, പച്ചച്ചീര. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സുന്ദരി ചീരയും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചതായിരുന്നു ഇത്. ഇതാണ് പ്രഷർ ചീര. പ്രഷർ ചീര നല്ല ടേസ്റ്റുമാണ്, നല്ലതുമാണ്. ഇത് മധുരച്ചീര. ഇതിന് 2 നെയിമുണ്ട്, ഒന്ന് വേലിച്ചീര, ഒന്ന് മധുരച്ചീര. ഇത് പച്ചച്ചീരയാണ്. മരിച്ചിനയും കൂടി എൻ്റെ ടെറസിലുണ്ട്. ഇത് അരുണോദയം ചീരയാണ്. അയൺ കണ്ടൻറ്റ് ധാരാളം ഉള്ള ഒരു ചീരയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ അഗസ്ത്യച്ചീര. ഇതിൻ്റെ ഇലകളും പൂക്കളും എല്ലാം വളരെ ഔഷധ മൂല്യമുള്ളതാണ്. ഇതിൻ്റെ പൂവാണ് നമ്മൾ ഇപ്പോൾ തോരൻ വയ്ക്കാൻ എടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഉള്ള ഈ സാധനം നമ്മൾ ഇളക്കിക്കളഞ്ഞിട്ട് ഈ പൂക്കളുടെ ഈ ഇതളുകളാണ് നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി നമ്മൾ ചേർത്ത് ചിക്കി എടുത്താൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു തോരനാകും. പിന്നെ ഇലകളാണ് നമ്മൾ തോരൻ വയ്ക്കുന്നതെങ്കിൽ, ഇപ്പോൾ 1 കപ്പ് ഇലയാണ് എടുക്കുന്നതെങ്കിൽ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ എടുക്കുന്ന ഇലയുടെ ഒരു കപ്പ് ഇല എടുത്താൽ 2 കപ്പ് ചെറിയ ഉള്ളിയോ സവാളയോ ചേർത്തിട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കയ്പ്പ് രസം മാറി കിട്ടും ഉള്ളി കൂടുതൽ ചേർക്കുമ്പോഴേക്കും. ഇത് സപ്പോട്ടയാണ്. ഇതൊരു 4-5 വർഷം കൊണ്ട് നമുക്ക് കായ്ക്കുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നതാണ്. ഒരു ബോൺസായി പോലെ നമ്മൾ നിർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത്. ഇത് പീനട്ട് ബട്ടറാണ്. ഇത് ചുവന്ന കളറാകുമ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മൾ ഓറഞ്ച് കളറാകുമ്പോഴും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ ശംഖുപുഷ്പമാണ്. ഇത് ഞങ്ങൾ സാധാരണ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ തിളച്ച വെള്ളത്തിനകത്ത് കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് അതൊരു നീല കളറിലോട്ടാകുമ്പോൾ എടുത്ത് മാറ്റും. എന്നിട്ട് തേന് ചേർത്തിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഫാഷൻ ഫ്രൂട്ട് പടർത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 2-3 കായൊക്കെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇത് എപ്പോഴും ഇതിനകത്ത് കായൊക്കെ ഉണ്ടാകാറുണ്ട്. സാദാ ചട്ടി, മൺചട്ടി, പിന്നെ പ്ലാസ്റ്റിക് ചട്ടി, പിന്നെ ബക്കറ്റ്, മിനറൽ വാട്ടറിൻ്റെ ഗ്രോ ബാഗ്, സഞ്ചി, പിന്നെ PVC പൈപ്പ് കട്ട് ചെയ്തിട്ട് ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ കൃഷി ചെയ്യും. ഇത് ഭാസ്കര മുളകാണ്. നമുക്കിവിടെ 6ഓളം ടൈപ്പ് മുളകുകളുണ്ട്. നീലക്കാന്താരി, ഈ നീല കളറിലുള്ള നമ്മുടെ മാലി മുളക്, മഞ്ഞ മാലി മുളക്, സെറാ മുളക്, ബജി മുളക്, വെള്ളക്കാന്താരി, ഒരു ഓർണമെൻ്റൽ മുളക്, ഇത്രയും ഐറ്റംസ് നമുക്കിവിടെയുണ്ട് മുളകിനത്തിൽ തന്നെ. ഇതൊരു ഇസ്രായേൽ ഓറഞ്ചാണ്. നന്നായിട്ട് കായ്ക്കും. ഇതിനെ നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു ചവർപ്പും ഒരു ചെറിയ പുളിയും മധുരവും ഉള്ള ഒരു ഓറഞ്ചാണ്. ഇതിനെ നമുക്ക് തോടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. എൻ്റെ വീട്ടിൽ പച്ചക്കറി ഒരു വിഷവും ഇല്ലാതെ സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളെല്ലാം ജൈവവളമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നിലും വിഷമില്ല. സ്കൂളിൽ എല്ലാവരും വന്നിട്ട് ഞാൻ എന്ത് കൊണ്ടുപോയാലും എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യും, അവർ എനിക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. ഞങ്ങൾ സമ്പൂർണ്ണമായിട്ടും ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്.
സസ്യാമൃതം, ഹൃദയാമൃതം, ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വളങ്ങളും നമ്മൾ ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ അടുക്കളയിലെ ഫുഡ് വേസ്റ്റുകൾ വെച്ചിട്ടും പഴങ്ങളുടെയൊക്കെ വേസ്റ്റ് വെച്ചിട്ടും പിന്നെ ഫിഷ് അമിനോ ആസിഡും ഒക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ അഡീഷണലായിട്ട് കൊടുക്കുന്നത് 2 ആഴ്ചയിലൊരിക്കൽ 2 പിടി ചാണകം എല്ലാ പച്ചക്കറികൾക്കും എല്ലാ ചെടികൾക്കുമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ബയോഗ്യാസിൻ്റെ സ്ലറി നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുക്കള വേസ്റ്റ് കംപ്ലീറ്റും ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇനാക്കുലം ഉണ്ട്, അപ്പോൾ അതിനകത്തുനിന്ന് വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കീടങ്ങളുടെ ആക്രമണമാണ് മട്ടുപ്പാവ് കൃഷിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജൈവ കീടനാശിനികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നീല കഴിഞ്ഞ 7 വർഷമായിട്ട് കൃഷിയുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെയുണ്ട്. നീലിന് ഇഷ്ടമുള്ള കാര്യങ്ങളായതുകൊണ്ട് പഠിത്തവും നമ്മുടെ കൃഷിയും എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കായ്ക്കാത്തവരെ ഞാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും, വഴക്ക് പറയുകയും ചെയ്യും. പിന്നെ പാട്ട് പാടിക്കൊടുക്കുകയും ചെയ്യും, പ്ലാന്റ്സിന് സംസാരിക്കുകയും ചെയ്യും. അവരെനിക്ക് പോസിറ്റീവ് എനർജി തരുന്നുണ്ട്. എല്ലാ ഫ്രണ്ട്സും ഈ കൃഷി ചെയ്യുന്നുണ്ട്. ചിലർ ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട്, ചിലവർ ഫ്രൂട്ട്സ് ചെയ്യുന്നുണ്ട്, ചിലവർ വെജിറ്റബിൾസ് ചെയ്യുന്നുണ്ട് എൻ്റെ സ്കൂളിൽ. ഇത് ക്യാബേജ്, ഇതിവിടെ ബഡ് വണ്ണ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ശീതകാല പച്ചക്കറിയാണ്. ഇത് തണുപ്പിലേ ഇതൊക്കെ വളരും. ഇത് ആദ്യം നട്ടപ്പോൾ ഒന്നും ഞങ്ങൾക്ക് സക്സസ് ആയില്ല. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലതായിട്ട് കിട്ടിയിട്ടത്. ഇതിൻ്റെ അകത്ത് കീടങ്ങളും വരും. ഇത് ഞങ്ങൾ ശ്രദ്ധിച്ച് കീടങ്ങളെയൊക്കെ എടുത്ത് മാറ്റും. ഇത് സീതപ്പഴമാണ്. ഇത് നമുക്ക് എപ്പോഴും ഒരു സീസൺ അങ്ങനെയൊന്നുമില്ല, എപ്പോഴും ഇതിനകത്ത് പൂവും കായും ഒക്കെ ഉണ്ടാകാറുണ്ട്. വളരെ നല്ല മധുരമുള്ള ഒരു പഴവർഗ്ഗമാണിത്. ടെറസിൽ നമ്മൾ ഗ്രോ ബാഗിനകത്താണ് ഇത് നട്ടിരിക്കുന്നത്. പിന്നെ ചെടിച്ചട്ടികളിലും നട്ടിട്ടുണ്ട്, പിന്നെ ബക്കറ്റുകളിലും നട്ടിട്ടുണ്ട്. വളരെ നന്നായിട്ട് ഇത് വളരുന്നുമുണ്ട്, കായ്ഫലം നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇത് ഞങ്ങളുടെ സ്ട്രോബെറിയാണ്. സ്ഥലമില്ലായ്മയാണ് ഇങ്ങനെ ഒരു ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നന്നായിട്ട് കായ വരുന്നുണ്ട്. നമുക്ക് ഒരു 2 ആഴ്ച മുന്നേ വരെ ഇതിനകത്ത് കായ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് നമുക്ക് കരിമ്പുണ്ട്. നമ്മുടെ മോനെ കരിമ്പ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് കരിമ്പ് നട്ട് വളർത്തിയതും. ഞങ്ങളിത് പലപ്പോഴായിട്ട് വിളവെടുത്തിട്ടുണ്ട്. 3 എണ്ണത്തോളം വിളവെടുത്തു. ഇതിപ്പോൾ പാകമായി നിൽക്കുന്നതാണ്. ഇപ്പോൾ പുതിയ മുളകളും വന്നിട്ടുണ്ട്. ഇത് മൾബറിയാണ്. കഴിഞ്ഞ മാസമൊക്കെ ഇതിനകത്ത് കായ ഉണ്ടായിരുന്നു. 10 സെൻറ്റിമീറ്റർ വരെയൊക്കെ ആണ് ഇതിൻ്റെ വലിപ്പം വരുന്നത്. നല്ല മധുരമാണ്, പഴുക്കുന്നതിന് മുന്നേയും നല്ല മധുരമാണത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബെയർ ആപ്പിൾ. ഇത് കുഞ്ഞു കുഞ്ഞു കായും വന്നിട്ടുണ്ട്. ഇത് നല്ല സ്വീറ്റാണ്. ഇപ്പം നിറയെ പൂത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പച്ചക്കളറിലുള്ള ഒരു വഴുതനയാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം നമ്മുടെ ഇലക്കറികളായിട്ടും അല്ലെങ്കിൽ കോവയ്ക്ക, വഴുതന, വെണ്ടയ്ക്ക അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇത് വാളരിപ്പയറാണ്. ഇത് വിഴുക്കഴുത്തി വെച്ചിട്ട് കൂട്ടാൻ വേണ്ടി ചോറിൻ്റെ കൊടുത്ത് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പം നിറച്ച് പൂത്തിട്ടേ ഉണ്ട്. ഇത് നമ്മുടെ ചീനി അമരയാണ്. നമുക്ക് സാമ്പാറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും, പിന്നെ തോരൻ വയ്ക്കാൻ പറ്റും. വളരെ നല്ല ഗുണമുള്ള ഒരു പച്ചക്കറി ഐറ്റമാണിത്. ഇത് ടെറസിലും ഗ്രോ ബാഗിലും എല്ലാം നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിള തന്നെയാണ്. ഇത് സീസണൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് പരിചരണം കൊടുക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും നന്നായിട്ട് ഇത് കായ്ക്കുന്നുണ്ട്. നമുക്ക് തോരൻ വയ്ക്കാനും അല്ലെങ്കിൽ സാമ്പാറിലും അവിയലിലും ഇടാനും ഒക്കെ ഞങ്ങളിത് തന്നെയാണ് എടുക്കുന്നത്.
പിന്നെ ഈ കൃഷിഭവൻ വളരെ നല്ല സപ്പോർട്ടാണ് നെട്ടയം കൃഷിഭവനുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള ക്ലാസ്സുകളും ഒക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. കർഷകരുടെ അനുഭവങ്ങളായിരുന്നാലും അവർ പച്ചക്കറി കൃഷിക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, കീടങ്ങളെ അകറ്റാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ വളപ്രയോഗങ്ങൾ കൊടുക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് അവരിൽ നിന്നൊക്കെ അടുത്ത് അറിയാൻ പറ്റുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ടെറസിലെ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന മാതളമാണ്. ഇത് എല്ലാ വർഷവും കായ്ക്കാറുണ്ട്. ഇത് ഞങ്ങൾ കുരു മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു തൈയായിരുന്നു. നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും നമുക്ക് എല്ലാത്തരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണിത്. ഇത് നമ്മുടെ റെഡ് ഫിലിപ്പ് ഇനത്തിൽപ്പെട്ട ഒരു താമരയാണ്. ഇത് ഞങ്ങൾ ട്യൂബർ വാങ്ങി നട്ടതാണ്. ഒരു 8 മാസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഫ്ലവർ വന്നു. ഇതിൻ്റെ എങ്ങനെയാണ് നടേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഈ ടബിന് അകത്ത് ഒരു 1/4 ഭാഗത്തോളം ചാണകം ഇട്ടു. അതിൻ്റെ മുകളിലാണ് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടു. അതിന് ശേഷം പിന്നെ കുറച്ച് കടലപ്പിണ്ണാക്കും എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇട്ടു. പിന്നെ വെള്ളം നിറച്ചിട്ട് ട്യൂബർ ചെറുതായിട്ടൊന്ന് അതിൽ വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 6 മുതൽ 8 മാസം കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻഡിങ് ലീഫ്, ഇതുപോലത്തെ സ്റ്റാൻഡിങ് ലീഫുകൾ വന്നു. പിന്നെ മൊട്ട് വരാൻ തുടങ്ങി. ഇതിപ്പോൾ ഏതാണ്ട് 3 വർഷം കൊണ്ട് നമുക്കിവിടെ താമരയുണ്ട്. അതിൽ നിന്നുള്ളതാണ്. ഇതിങ്ങനെ റീപ്പോർട്ട് ചെയ്ത് നമ്മൾ മാറ്റി പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഒരു 3-4 ടൈപ്പോളം താമരകളുണ്ട്. ഇത് നമ്മുടെ ടെറസിലെ മുരിങ്ങയാണ്. ഇതുപോലെ ഔഷധ ഗുണമുള്ള ധാരാളം സസ്യങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ഏതാണ്ട് 16ഓളം ആയുർവേദ സസ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഐറ്റം നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മുടെ തിപ്പലിയാണ്. നമുക്ക് ചുമയൊക്കെ വരുമ്പോഴേക്കും തേനും ചേർത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇത് പൈൽസിന് ഉപയോഗിക്കുന്ന അയ്യപ്പാനയാണ്. ഇത് കരിമഞ്ഞളാണ്. ഈ കരിമഞ്ഞൾ വന്നിട്ട് പൂജയ്ക്കും കോസ്മെറ്റിക്കിനും ആയുർവേദ ഔഷധ ആയിട്ടും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ രാമതുളസിയാണ്. ഇത് നമുക്ക് ചുക്ക് കാപ്പിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് വിക്സ് തുളസിയാണ്. നമുക്ക് ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. ഇത് ഒറിഗാനോയാണ്. ഇത് നമുക്ക് പിസയൊക്കെ ഉണ്ടാക്കുമ്പോഴും പിന്നെ മസാലക്കറികളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലയാണ്. ഇതിനെ നമുക്ക് ഉണക്കിയിട്ടും ഡ്രൈ ലീഫ് പോലെ ഉണക്കിയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ തന്നെ നമുക്കിതിൻ്റെ ഇലകളെ എടുത്തിട്ട് കറികളിലൊക്കെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. കുറച്ച് സ്ഥലമല്ല, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്യും. നിങ്ങളെ വീട്ടിലുള്ള സ്ഥലം വെച്ച് നിങ്ങളും കൃഷി ചെയ്യും. 2024 മുതൽ ഈ സമയം വരേക്കും മോന് ഏതാണ്ട് 8ഓളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ കുട്ടിക്കർഷകൻ അവാർഡാണ്. ഞങ്ങളുടെ 3 സെൻറ്റിൽ ഒതുങ്ങുന്ന വീടിൻ്റെ മട്ടുപ്പാവ് കൃഷിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. ഞങ്ങളുടെ കുഞ്ഞു ടെറസിലെ മാക്സിമം സ്ഥലം ഉപയോഗപ്പെടുത്തിയാണ് ഞങ്ങൾ പഴങ്ങളും പഴവർഗ്ഗങ്ങളും വെജിറ്റബിളും ലീഫി വെജിറ്റബിൾസും ഒക്കെ കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാ കൂട്ടുകാരും ഇതേപോലെ നിങ്ങളെ വീട്ടിൽ ചെയ്യണം. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.